ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ വസിക്കുന്ന ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചും ഭഗവാൻ, അതായത് പൊന്നുണ്ണിക്കണ്ണനെയൊക്കെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലേ. എന്തൊരഴകാണ് ആ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനുള്ളത്. അല്ലെങ്കിൽ എന്തൊരു ഭംഗിയുള്ള ഓമന മുഖമാണ് നമ്മുടെ ഗുരുവായൂരപ്പനുള്ളത്, ഉണ്ണിക്കണ്ണനുള്ളത്. അതുപോലെ തന്നെ നിന്റെ ഓടക്കുഴലും നിന്റെ ആ തിരുമുടിക്കെട്ടിലുള്ള ആ മയിൽ പീലിയുമൊക്കെ നമ്മളെ നിന്നിലേക്ക് വീണ്ടും അടുപ്പിക്കുകയാണ്. ഒരു പ്രത്യേക കാന്തിക ശക്തിയുള്ള വസ്തുക്കളാണ് നിന്റെ ശരീരത്തിലുള്ള ഓരോന്നും. ഓരോരുത്തരെയും അങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന വസ്തുക്കളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങളിൽ ഓരോരുത്തർക്കും ഭഗവാനെ അടുത്തറിയുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന വികാരങ്ങളാണ് ഇതൊക്കെ. ഒരിക്കൽ തൊഴുതിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഭഗവാനെ ഒന്നും കൂടി തൊഴുവാനായിട്ട് നമുക്കൊരാഗ്രഹം മനസ്സിലുദിക്കുന്നത് പോലും അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. എത്ര തൊഴുതാലാണ് നമുക്ക് ഭഗവാനെ മതിയാവുക? അതുപോലെ തന്നെ എത്ര പറഞ്ഞാലാണ് നമുക്ക്, എത്ര കേട്ടാലാണ് ഭഗവാന്റെ കാര്യങ്ങൾ എത്ര കേട്ടാലാണ് നമുക്ക് മതിയാവുക? ഇല്ല അല്ലേ. അതുപോലെ തന്നെയാണ്, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ. അങ്ങനെ നീ കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ ഒരു ജന്മത്തിലെ നിന്റെ സ്നേഹവും കരുതലും കുസൃതിത്തരങ്ങളും എല്ലാം അനുഭവിച്ച് നിന്നിൽ തന്നെ അലിഞ്ഞു ചേരാനാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹം അല്ലേ. അത്രത്തോളം ആകർഷകമായിട്ടുള്ള ഒരു ദിവ്യ ചൈതന്യമാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭഗവാന്റെ ഭക്തിയല്ലാതെ, അല്ലെങ്കിൽ ഭഗവാന് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും വേണ്ടത് എന്താണ്? ഭക്തിയാണ് അല്ലേ. ലാഭേച്ഛയില്ലാതെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഭഗവാനെ വിളിക്കുന്ന ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. അപ്പോൾ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കി തരുന്ന ഒരു കഥ കേട്ടാലോ നമുക്ക്? നമുക്ക് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് അല്ലേ. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെയും അത്തരമൊരു കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. നിറഞ്ഞ മനസ്സോടെ ഒട്ടും പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ വിളിക്കുന്ന ഭക്തജനങ്ങൾ ഒരു കരിയിലയാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. എനിക്ക് ഭഗവാന് തരാൻ ഒന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഇത് മാത്രമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന, മനസ്സറിഞ്ഞിട്ട് നമ്മളൊരു കരിയില ഭഗവാന്റെ തിരുപാദത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പോലും നിറഞ്ഞ മനസ്സോടെ ഭഗവാൻ അത് സ്വീകരിക്കും. ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. നമ്മൾ എത്രത്തോളം പൈസ കൊടുത്തിട്ട് ഭഗവാനെ വശീകരിക്കലല്ല ഇവിടെ നമ്മുടെ കടമ എന്ന് പറയുന്നത്. നിറഞ്ഞ ഭക്തിയായിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ വിളിക്കുന്നതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് പല വീഡിയോയിലൂടെയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ വസ്തുതയും സത്യവും ഒക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എനിക്ക് ഒരുപാട് പണം കൊടുന്ന് തരണമെന്ന് ഭഗവാൻ എവിടെയും ആവശ്യപ്പെടുന്നില്ല. ഭഗവാന് വേണ്ടത് നിഷ്കാമമായ ഭക്തി മാത്രമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഭക്തിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുമായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ചെറിയ ചെറിയ അറിവാണെങ്കിൽ പോലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഭഗവാനിലേക്ക് അടുക്കുവാനും ഭഗവാനെക്കുറിച്ച് അറിയുവാനും പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെയും പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുവാനുള്ള കഴിവുകൾ, ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വർണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ വർണ്ണനകൾ മറ്റുള്ളവർക്കും കേൾക്കുവാനും ഒക്കെ നമ്മളൊരു സഹായം ചെയ്തു തരുന്നതാണ്. എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങളുടെ വർണ്ണനകൾ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും നിങ്ങളുടേതായ ആശയങ്ങളും നിങ്ങളുടേതായ തോന്നലുകളും ഭഗവാനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വ്യാസമഹർഷിക്ക് ദാസിയിൽ പിറന്ന പുത്രനായിരുന്നു വിദുരർ എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ അദ്ദേഹത്തിന് ശ്രേഷ്ഠമായൊരു സ്ഥാനം തന്നെയാണുള്ളത്. ആ വിദുരർക്കും അദ്ദേഹത്തിൻ്റെ പത്നിക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ അത്രത്തോളം നിറഞ്ഞ ഭക്തിയായിരുന്നു. ഭയങ്കര കൃഷ്ണഭക്തരായിരുന്നു ഇവർ രണ്ടുപേരും. അവർക്കാണെങ്കിൽ ശ്രീകൃഷ്ണനെ അവരുടെ
ഗൃഹത്തിൽ കൊണ്ടുവന്ന് പാദപൂജ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ളൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു മോഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൻ മധുരയിലേക്ക് നമ്മുടെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ അമ്മാവനായിട്ടുള്ള കംസൻ്റെ ക്ഷണം സ്വീകരിച്ച് മധുരയിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് വിതുരർ അദ്ദേഹത്തെ അവിടെ പോയി കാണുകയും തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഭഗവാൻ കണ്ണനാണെങ്കിൽ കുറച്ചൊക്കെ അന്ന് കളിപ്പിക്കും നമ്മളെ, അല്ലേ? നമ്മൾ ഉടനടി നമുക്ക് ഒരു കാര്യം ചെയ്തു തരില്ല. അദ്ദേഹം കുറച്ചൊക്കെ നമ്മളെ പരീക്ഷിക്കും, കുറച്ചൊക്കെ നമ്മളെ വട്ടം ചിരിപ്പിക്കും. എന്നിട്ട് ഭഗവാൻ എല്ലാം സാധിപ്പിച്ച് തരും, തരാതിരിക്കില്ല. പക്ഷെ കുറച്ചൊന്ന് ഭഗവാൻ നമ്മളെ ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സമയം, ചെറിയൊരു സമയം ഭഗവാൻ എടുക്കാറുണ്ട്, ആരുടെ കാര്യത്തിലായാലും. അപ്പോൾ അതുപോലെ തന്നെ വിതുരർ ക്ഷണിച്ചു ഒക്കെ ചെയ്തു. സമയമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് ഭഗവാൻ ഉറപ്പും കൊടുത്തു. അങ്ങനെ ആ നിമിഷം മുതലാണെങ്കിലോ വിതുരപത്നിക്കാണെങ്കിൽ ഭഗവാനെ കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, എന്ത് കാര്യമാണെങ്കിലും. വിതുരപത്നി ദിവസവും സമയവും സന്ദർഭമൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഭഗവാൻ വരിക, എപ്പോഴാണ് തൻ്റെ ഗൃഹത്തിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളത്ത് ഉണ്ടാവുക. അങ്ങനെ കൃഷ്ണചിന്ത മാത്രമായിരിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറി നമ്മുടെ വിതുരപത്നി. എപ്പോഴാണ് കണ്ണൻ വരിക എന്നൊന്നും അറിയില്ലല്ലോ, എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല. ഭഗവാൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭഗവാനെ സ്വീകരിക്കുക, എന്തൊക്കെയാണ് ഭഗവാന് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാനോട് പറയേണ്ടത്, കണ്ണൻ എന്തൊക്കെയായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക, നമ്മളുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഭഗവാൻ പറയുന്നുണ്ടാവുക എന്നൊക്കെ ഓർത്ത് ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. രാത്രിയിലാണെങ്കിലോ അവരുടെ സ്വപ്നത്തിൽ പോലും ഭഗവാനാണ്, ഉറക്കത്തിൽ പോലും ഭഗവാൻ വരുന്നതും ഭഗവാൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നതും ഒക്കെയുള്ള സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്. അങ്ങനെ സദാസമയം അവരുടെ കണ്ണുകളിലൊക്കെ ഭഗവാന്റെ രൂപമാണ്, തിരുരൂപം മാത്രമാണ് അവരുടെ കണ്ണുകളിൽ വരുന്നുള്ളൂ. അവരുടെ മനസ്സിലാണെങ്കിൽ ഭഗവാന്റെ ചിന്തയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടതൊക്കെ ഒരുക്കി വെച്ച് ഓരോ ദിവസവും കണ്ണനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഭഗവാൻ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ. അങ്ങനെ അമ്മയെ സഹായിക്കാനായിട്ടാണെങ്കിൽ അടുത്ത ഗൃഹത്തിലുള്ള ഒരു ഉണ്ണി എപ്പോഴും വിതുരപത്നിയെ സഹായത്തിനായിട്ട് വരാറുണ്ട്. ആ ഉണ്ണിയോടാണെങ്കിലോ ഈ ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറയും ഈ അമ്മ. അമ്പാടിയിൽ ഉള്ള കണ്ണനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോ വികൃതികൾ കാട്ടിയിട്ടുള്ളതിനെ പറ്റിയും വെണ്ണ കട്ട് കഴിച്ചതിനെ കുറിച്ചും കല മുടച്ചിട്ടുള്ളതിനെ പറ്റിയും അതുപോലെ തന്നെ പൈക്കളെ മേച്ച് ഓടക്കുഴൽ ഊതി നടക്കുന്ന ഗോപ സ്ത്രീകളുമായി ആനന്ദ നൃത്തം ചവിട്ടുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ അത്രത്തോളം നല്ല നല്ല കാര്യങ്ങളും ഗോവർദ്ധനമല ഉയർത്തിയിട്ടുള്ള കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മതിയാവില്ല. ഇതൊക്കെ ആ ഉണ്ണിക്ക് അമ്മ ദിവസവും പറഞ്ഞ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉണ്ണിക്കാണെങ്കിലോ ഈ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക്. അങ്ങനെ ഒരു ദിവസം വിതുരപത്നി കുളിക്കാനായിട്ട് പോയ സമയത്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അവരുടെ വീട്ടിലെത്തുകയാണ്. വിതുരരും ആ സമയത്ത് ഗൃഹത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൻ വരുന്നത് ഉണ്ണി കണ്ടു. ധാരാളം ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് ഉണ്ണിക്കണ്ണനെക്കുറിച്ച് കേട്ടതുകൊണ്ട് ഉണ്ണിക്ക് വേഗം ആളെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഉണ്ണി ഓടിച്ചെന്ന് ഭഗവാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്നുള്ളത് വിവരം പറഞ്ഞു വിതുരപത്നിയുടെ അടുത്ത് അറിയിക്കാനായിട്ട് ഉണ്ണി വേഗം ഓടിപ്പോവാണ്. ഇതാണെങ്കിലോ കുളത്തിൽ മുങ്ങി നിവർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ കണ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മുടെ ഈ വിതുരപത്നി കേൾക്കാനിടയായത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ കൃഷ്ണ, ഗുരുവായൂരപ്പ, മുകുന്ദ, ജനാർദ്ദന, ഉണ്ണിക്കണ്ണ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓടി വരികയാണ്. ഭഗവാന്റെ സമീപത്തേക്ക് ഓടി വരിക. അമ്മ താൻ തല കുളത്തിൽ കഴുകി നിവർന്ന നേരം കൊണ്ടാണ് ഇത് കേട്ടത്. തുവർത്തിയിട്ട് വേണം പോകാനായിട്ട് എന്നുള്ളൊരു ചിന്ത പോലും അമ്മയ്ക്ക് ആ ഒരു സമയത്ത് ഉണ്ടായില്ല. അമ്മ നനഞ്ഞ വസ്ത്രത്തോടു കൂടി തന്നെ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ധൃതിയിൽ അങ്ങനെ ഓടി വരികയാണ്. കണ്ണനെ കണ്ട മാത്രയിൽ അമ്മ എല്ലാം മറന്നിട്ട്, അമ്മ നനഞ്ഞ വസ്ത്രങ്ങളാണെങ്കിൽ പോലും അതെല്ലാം മറന്ന് ഭഗവാനെ കണ്ട് കെട്ടിപ്പുണർന്നു. ഈ സമയം ഉണ്ണി വേഗം ചെന്ന് അമ്മ ഒരുക്കി വെച്ചിട്ടുള്ള പഴങ്ങളും അമ്മ അവിടെ ഭഗവാന് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സർവ്വ സാധനങ്ങളും പീഠവും ഒക്കെ എടുത്തു കൊണ്ടുവന്നു. ഭഗവാൻ ഇരിക്കാനായി പീഠം പോലും അവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴും ഈ ഭക്ത, അതായത് ഈ വിതുരപത്നി ഭഗവാനെ അങ്ങനെ വിളിച്ചുകൊണ്ട് ഭഗവാനെ വാരി പുണരുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ വിളിച്ച് ആ സമയത്ത് പോലും അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അമ്മ മറന്നു എന്നാണ് പറയണത്. അങ്ങനെ ഭഗവാൻ ഇരിക്കാനായിട്ട് പീഠമൊക്കെ ആ കുട്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മ തന്നെ അങ്ങോട്ട് കയറിയിരുന്നു, ഭഗവാനെ കൈപിടിച്ചിട്ട് നിലത്ത് വരുത്തി. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അത്രത്തോളം മറന്നിട്ടാണ് ഭഗവാനെ കണ്ടപ്പോൾ ഈ അമ്മയുടെ ഈ ഒരു നിൽപ്പ് അല്ലേ? അപ്പോൾ അങ്ങനെ ഭഗവാനെ എന്നെ കണ്ടപ്പോൾ വേറെ ഒന്നും അമ്മ അറിയുന്നില്ല, എന്തൊക്കെയാണ് ചുറ്റുപാട് നടക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നും ഒക്കെ മറന്നിട്ടാണ് അമ്മയുടെ നിൽപ്പ്. അങ്ങനെ പഴം ഭഗവാനെ കൊടുക്കാനായിട്ട് പഴമൊക്കെ കദളിപ്പഴമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഒരുപാട് പഴങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിൽ കദളിപ്പഴം എടുത്തു ഭഗവാനെ തൊലി ഉരിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഭഗവാൻ കഴിക്കുന്നത് എന്താണ്? പഴത്തിൻ്റെ തൊലിയാണ്. അമ്മ പഴം തൊലി ഉരിഞ്ഞ് തോല് ഭഗവാന് കൊടുക്കുന്നുണ്ട്, ബാക്കി പഴമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് കളയുന്നുണ്ട്. നമ്മൾ സാധാരണ പഴം കഴിക്കും, തോല് പുറത്ത് കളയും, അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ അമ്മ ആ ഒരു സമയത്ത് ഭഗവാനെ കണ്ടപ്പോൾ ഇതൊക്കെ മറന്നിട്ട് എന്തുണ്ടായി? തൊലി ഭഗവാന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഭഗവാനാണെങ്കിൽ അത് വളരെ സന്തോഷപൂർവ്വം വളരെ ഉത്സാഹത്തോടു കൂടി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം പോലെ ഭഗവാൻ അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ണി ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കണത്? ഇതെന്താ ഇപ്പം ഇങ്ങനെ? പക്ഷെ ഇനി ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഇനി ആവോ ഭഗവാനെ നമ്മൾ ഊട്ടേണ്ടത്? ഭഗവാൻ ഇങ്ങനെ തന്നെയാവോ നമ്മൾ ആദരിക്കേണ്ടത് എന്നൊക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംശയം തോന്നുകയാണ്. ഈ സമയത്താണ് വിതുരർ വരുന്നത്. കുട്ടി വിതുരരുടെ അടുത്തും ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണിക്കണ്ണൻ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഈ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിനാണെങ്കിലും ആകെ അമ്പരപ്പായി. അദ്ദേഹത്തിന് ആകെ പേടിയും ഭയവും ഭക്തിയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വികാരം അങ്ങോട്ട് മനസ്സിൽ വരികയാണ്. ഭാര്യ നനഞ്ഞ് ഈറനായിട്ടുള്ള വസ്ത്രങ്ങളോടെ തലയും കൂടിയും തോർത്താതെ ഭഗവാന്റെ മുന്നിലെ പീഠത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ നിലത്തിരുത്തിയിട്ട് അവർ ഉയർന്ന പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഭഗവാന്റെ ശരീരവും പീതവസ്ത്രവും ഒക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ അമ്മയുടെ മേലുള്ള വെള്ളം ഒക്കെ ഭഗവാനെ പുണർന്നതോടുകൂടി തലയിൽ നിന്നുള്ള വെള്ളം, എല്ലാ വെള്ളം കൊണ്ട് ഭഗവാനാകെ നനഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മാത്രമല്ല പഴമൊക്കെ താഴെ കളഞ്ഞു കിടക്കുന്നുണ്ട്, തൊലിയൊക്കെ ഭഗവാൻ ഇരുന്ന് കഴിക്കുന്നതും കാണുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇതൊന്നും അറിയാതെ വളരെ സ്വാദിഷ്ടമായിട്ട് ഭഗവാൻ അങ്ങനെ കഴിക്കുകയാണ് തൊലിയൊക്കെ. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എന്താ ഇപ്പോൾ ഈ ഭക്തി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് വളരെയധികം സങ്കടമായി. എൻ്റെ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണു ഈ വിതുരര് വന്നിട്ട്. അപ്പോഴാണ് ഈ വിതുര പത്നിക്ക് ബാഹ്യബോധം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അത്ര നേരം താൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പോലും അറിയാതിരുന്ന പത്നിക്ക് വിതുരരുടെ ഈ കരച്ചിൽ കേട്ടപ്പോഴാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ വന്നു തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്കാണെങ്കിൽ ആകെ പരിഭ്രമായി. എന്താ അപ്പം ഞാൻ ഈ കൃഷ്ണ ഭഗവാന് ചെയ്തത്? എൻ്റെ കൃഷ്ണ ഇവളുടെ അവിവേകം പൊറുക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വിതുരർ പറഞ്ഞ് കരയുന്നുണ്ട്. കൃഷ്ണപാദത്തിൽ നമസ്കരിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ അവർ തന്നിട്ടുള്ള എന്ത് ഭക്ഷണമാണോ അവർ നിറഞ്ഞ മനസ്സോടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടി ഭഗവാനെ എനിക്ക് വേണ്ടി അവർ തൊലിയാണ്, അത് അറിയാതെയാണ് ആ ചെയ്തിട്ടുള്ള ആ ഒരു കർമ്മം എന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും വളരെ നിറഞ്ഞ മനസ്സോടെ അവർ എന്നെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇതിൽ മറന്നിട്ട് അവരുടെ ആ ഭക്തിയിൽ നിറഞ്ഞുകൊണ്ടാണ് അവരെനിക്ക് ആ പഴത്തിൻ്റെ തൊലി തന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആചാരപ്രകാരം ചെയ്ത പൂജയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതും ഏറ്റവും ഉചിതമായിട്ടുള്ളതുമായിട്ടുള്ളത് എന്താണ്? നിഷ്കാമമായിട്ടുള്ള നിറഞ്ഞ സ്നേഹത്തോടെയുള്ള ഈ ഒരു സൽക്കാരം തന്നെയാണ്. പഴത്തൊലിയേക്കാളും സ്വാദ് വേറെ ഒന്നിനുമില്ല. ഇത്ര ഹൃദ്യമായത് എനിക്ക് അത്യപൂർവമായിട്ടേ ലഭിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ലഭിക്കാറില്ല. എനിക്കാണെങ്കിലോ വലിയ വലിയ വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ലഭിക്കാറുള്ളത്. ഇത്രത്തോളം അപൂർവമായിട്ടൊരു ഭാഗ്യം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭഗവാന്റെ മുന്നിൽ നാം നമ്മെ തന്നെ മറക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അവിടെ ഞാനും ഒന്നുമില്ല, നീ എന്നുള്ളൊരു വ്യത്യാസം അവിടെ ഇല്ല. ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ കണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മളെ തന്നെ മറന്നിട്ടാണ് ഭഗവാനെ വിളിക്കേണ്ടത്. അതുകൊണ്ട് ഒരാചാരത്തിൻ്റെ ഈ ആവശ്യം ഇവിടെ ഇല്ല. പരമമായിട്ടുള്ള പ്രേമം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭഗവാനോട് അത്രത്തോളം സ്നേഹം ഉണ്ടായാൽ ഒരു ഭക്തനും ഭഗവാൻ വേറെ ഭക്തൻ വേറെ എന്നുള്ളൊരു ചിന്താഗതി അവിടെ വരില്ല എന്നാണ് പറയുന്നത്. ഭഗവാന് ഒരു കോടി പണത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെയോ ഒന്നും ആവശ്യം ഭഗവാനില്ല. ഭഗവാന് വേണ്ടതിലധികം ഭഗവാന് ഈ ബ്രഹ്മാണ്ഡ ലോകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കണികയാണ് നമ്മളൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ ഒരു സുഖവും സൗകര്യങ്ങളും എല്ലതും. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ
ഭഗവാന് കൊടുക്കേണ്ടത് എന്താണ്? നിഷ്കാമമായിട്ടുള്ള ഭക്തി. എല്ലാ വീഡിയോയിലൂടെയും പറയുന്നുണ്ട്. ഭഗവാന് വേണ്ടത് നിഷ്കാമമായിട്ടുള്ള ഭക്തിയാണ്. മറ്റുള്ളവരെ ചതിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് പാപങ്ങൾ ചെയ്തുകൊണ്ടോ നമ്മൾ ഒരുപാട് പൂജകളും വഴിപാടുകളും പണങ്ങളും അതുപോലെ തന്നെ എന്ത് കാഴ്ചവസ്തുക്കളും ഭഗവാന് അർപ്പിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കില്ല. ഭഗവാന് വേണ്ടത് നമ്മുടെ നെളിഞ്ഞ നമ്മുടെ മനസ്സോട് കൂടിയിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കളങ്കമില്ലാത്ത ഭക്തി, തെളിഞ്ഞ മനസ്സോട് കൂടിയുള്ള, അല്ലെങ്കിൽ ഒരു ദുഷ്പ്രവർത്തികളും ദുഷ്ചിന്തകളും നമ്മുടെ മനസ്സിനെ അലട്ടാത്ത എടുത്തോളം കാലം നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ടുള്ള നിഷ്കാമ ഭക്തിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭക്തിയാണ് ഭഗവാൻ ആവശ്യമെന്നാണ് ഈ ഒരു കഥയിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ ഭഗവാനെ സ്വാധീനിക്കുവാനും ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ഭഗവാനോട് സങ്കടങ്ങൾ പറയുവാനും ഒക്കെ സാധിക്കട്ടെ എന്നും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഭഗവാൻ നിറഞ്ഞ മനസ്സോടെ സാധിപ്പിച്ചു തരട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം.